ഞാൻ വന്ന് 2 കൊല്ലം മുമ്പ് CMD ആയിട്ട് പ്രമോദ് ശങ്കർ വരുമ്പം ഇവർ കണക്ക് കാണിക്കും. നമ്മുടെ കയ്യിൽ കണക്കുണ്ട്. ശരാശരി മുമ്പേ പറഞ്ഞ കിലോമീറ്റർ പെർ റേറ്റ്, ഏണിങ്സ് പെർ കിലോമീറ്റർ EPKM 27 രൂപ 24 രൂപയായിരുന്നു വയ്ക്കുന്നത്. അത് ഒരു വണ്ടിക്ക് ശരാശരി 2500 രൂപ ഒരു ദിവസം വരുമായിരുന്നു. ഇത് കണ്ട് ഞെട്ടിയിട്ടാണ് ഞാൻ അന്ന് ഇത് നഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ നേരെ എല്ലാവരുടെ കുതിച്ചു ചാടി. ഇപ്പോൾ സ്ഥിതി അതല്ല. ഇപ്പോൾ സ്ഥിതി 8500 മുതൽ 9000 രൂപ വരെ ഒരു വണ്ടി ഏൺ ചെയ്യുന്നുണ്ട്. ചില വണ്ടികൾ 16,000 രൂപ ഒരു ദിവസം ഏൺ ചെയ്യുന്ന വണ്ടിയുണ്ട്. അപ്പോൾ ശരാശരി ആ 2500-ൽ നിന്ന് 8500-ലേക്കും 900-ലേക്കും കൊണ്ടുവന്നപ്പോൾ ലാഭത്തിൻ്റെ വിഹിതം എടുക്കുമെന്ന് പറഞ്ഞാൽ പഴയ നഷ്ടം കൂടി എഴുതുമ്പോൾ ലാഭമുണ്ടോ? പണ്ട് ഭയങ്കര നഷ്ടമല്ലായിരുന്നില്ലേ? ഈ നഷ്ടം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ കണക്കാണ്, അല്ലാതെ കള്ളം പറയുന്നതല്ല. ഏത് കണക്കും നമ്മൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്. ഇത് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ റിപ്പോർട്ട് ചാർട്ടുണ്ട്, വേണേൽ വായിച്ച് കേൾപ്പിച്ചുതരാം. അതൊന്നും എനിക്കങ്ങനെ ആരും കള്ളം പറയേണ്ട കാര്യമില്ല, ആരെയും കൊച്ചാക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഇത്രയും കാര്യങ്ങളുള്ളത്. അതൊന്നുമില്ല, ഇല്ല, അങ്ങനൊന്നുമില്ല. ആ ദിവസത്തെ പൈസ മാത്രമേ എടുക്കുള്ളൂ. ഇല്ല, അങ്ങനൊന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. എന്തെങ്കിലും പറയണ്ടേ? LDF സർക്കാർ നേട്ടം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ കൊള്ളാൻ കൈയടിക്കാൻ അവർ തയ്യാറാവും. എന്തെങ്കിലും കുറ്റം പറയണ്ടേ? ഇവിടെ ഡബിൾ ഡക്കർ ഉണ്ടായിക്കൊണ്ട് വന്നതിൻ്റെ ഒരു നേതാവ് നിങ്ങൾക്ക് തന്നെ പ്രസ്താവന വന്നു, അനാവശ്യമാണ് മന്ത്രി കാണിച്ചത്, മൂന്നാറിലേക്ക് പൈസ എടുത്ത് 30 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞ്. ആ നേതാവിനോട് ഞാൻ ചോദിക്കട്ടെ, ആ ബസ് ഏതാണ്ട് 1 കോടി രൂപ കളക്ട് ചെയ്തപ്പോൾ KSRTC ആഘോഷിച്ചു. ഇത് ആഘോഷിക്കുന്നതേ ഈ നേതാക്കന്മാരെ യൂണിയൻകാരിലെ അംഗങ്ങളും കൂടെ ചേർന്ന് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാ വണ്ടിക്കകത്തും മധുരം വിതരണം ചെയ്തതും ന്യൂ ഇയർ കാർഡ് വിതരണം ചെയ്തതും എല്ലാ യൂണിയൻകാരും കൂടെ. അവിടെ യൂണിയൻ അല്ല, ഇവിടെ ഇപ്പോൾ യൂണിയൻകാരല്ല, ഇപ്പോൾ KSRTC ജീവനക്കാർ മാത്രമേ ഉള്ളൂ. അവരുടെ നേതാവ് ഗണേഷ് കുമാറാണ്. ആ പാർട്ടിയൊന്നും ഇല്ല അവർക്ക്. പിന്നെ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ നോക്കൂ. എന്നാൽ അടയ്ക്കാതെ വെച്ചിരുന്ന ഒരു ദിവസം അടച്ച പൊട്ടന്മാരാ. അടയ്ക്കാതെ വെച്ച് ഒരു ദിവസം ചാക്കി കെട്ടിക്കൊണ്ട് അടയ്ക്കും, അതെല്ലാം കൂടെ കണക്കിലെഴുതാൻ അത്രയ്ക്ക് മണ്ടന്മാരാ. എന്നാൽ എളുപ്പമുണ്ടല്ലോ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാര്യം അപ്പം അടുത്തൊരാഴ്ചത്തേക്ക് അടയ്ക്കാതെ വെച്ചിട്ട് ഒരു ദിവസം എല്ലാം കൂടെ അടച്ചിട്ട് 46 കോടി ഉണ്ടെന്ന് ഒരു പത്രസമ്മേളനം നടത്തിയ പോലെ. ഒരു ദിവസം 2 റെമിറ്റൻസ്. എന്താണെന്നറിയാം, ഓവർ ഡ്രാഫ്റ്റ് കിടക്കുന്നത് കൊണ്ട്. ഓവർ ഡ്രാഫ്റ്റ് 100 കോടിയിലധികം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞൊരു ആശയം വെച്ചാൽ രാവിലെ 10 മണിക്ക് പൈസ അടയ്ക്കുക, വൈകിട്ട് 5 മണിക്ക് മനസ്സിലായിക്കോളൂ. അവരറിഞ്ഞിട്ടില്ലേ മനസ്സിലായിക്കോളൂ. പഴയ പോലെയല്ല, രാവിലെ എല്ലാം കൊണ്ടടയ്ക്കുന്നത്. രാവിലെ 10 മണിക്ക് ബാങ്ക് തുറന്നാണ് പൈസ അടച്ചു കൊടുക്കുന്നതെന്നറിയാം. അത്രയും പലിശ കുറയ്ക്കാൻ രാത്രിയിലത്തെ പൈസ കൊണ്ടുവന്ന് അങ്ങ് അടയ്ക്കുകയാണ് കളക്ഷൻ മുഴുവൻ. വൈകിട്ട് ഒരു 5 മണിക്ക് മുമ്പേ ബാക്കി പൈസ കൂടെ അടയ്ക്കാൻ പറഞ്ഞു. എന്താണെന്നറിയാമോ? അത്രയും കൂടെ പൈസ അടയ്ക്കുമ്പോൾ ആ പലിശ കുറഞ്ഞിരിക്കും. ഓരോ ദിവസവും 12 മണിക്ക് പലിശ കാൽക്കുലേറ്റ് ചെയ്യും. രാത്രി കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ റെമിറ്റൻസ് കൂടിയിരുന്നാൽ പലിശ അത്രയും കുറയും. ആ പലിശ എന്ന് പറയുന്നത് ഒരു ദിവസം 100 കോടി രൂപയ്ക്ക് ഈ ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ കുറയുന്ന 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും പലിശ കുറഞ്ഞു കിട്ടുന്നത്. അതിനുവേണ്ടി ഈ ഓവർ ഡ്രാഫ്റ്റ് എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് അവരൊരു തീരുമാനം എടുത്തു. രാവിലെ അപ്പം മെനക്കേടാണ്. രാവിലെ 10 മണിക്ക് അടയ്ക്കണം, വൈകിട്ട് 4 മണിക്ക് അടയ്ക്കണം. ജീവനക്കാർക്ക് മെനക്കേടാണ് അത് നോക്കുന്നവർക്ക്. പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഡബിൾ ഡക്കർ ഉണ്ടാക്കിയത് ശരിയായില്ല, ഡബിൾ ഡക്കർ നഷ്ടമാണ്, ഡബിൾ ഡക്കറിന് പൊല്യൂഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഡബിൾ ഡക്കറിനെ കൊണ്ട് പരമാവധി കോടതിയെ കൊണ്ട് തടയിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒന്നും നടന്നില്ല. ഈ ഡബിൾ ഡക്കർ 1 കോടി രൂപ നേടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ 70 ലക്ഷം രൂപയും ലാഭമാണ്. ഡബിൾ ഡക്കർ 1 കോടി നേടുമ്പോൾ 70 ലക്ഷം രൂപ പ്രോഫിറ്റാണ്. അത് ഈ നേതാക്കന്മാർ വല്ലതും വന്ന് തന്നാണ്. പിന്നെ ശബരിമല ഇന്നലെ മെനഞ്ഞാന്നില്ല ആൾ ഉടനെ അവിടെ പിന്നെ മണ്ഡലത്തിൽ അടച്ചിരുന്നല്ലോ, അപ്പോഴും കളക്ഷൻ ഉണ്ടായിരുന്നല്ലോ 9 കോടി രൂപയോളം. പല ദിവസങ്ങളിലും 9 കോടി 8.5 കോടി 890 പോയിട്ടുണ്ട്. ചുമ്മാ അടിച്ചു വിടുകയല്ലേ. ഈ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഈ സീസൺ മൊത്തവും കൂടെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ ശബരിമലയിൽ 2,40 ലക്ഷം രൂപ വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനമുണ്ട്. എന്തുകൊണ്ടാണ്? എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റാണ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റാണോ? അതുകൊണ്ടാണ്.